കാശ്മീർ സൈറ്റ് സീയിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ നേരെ പോകുന്നത് പഹൽഗാമിലേക്കാണ്. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആർമി വാഹനങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറേ ദൂരം ഓടി നമ്മൾ പഹൽഗാമിലേക്ക് എത്തുകയാണ്. പഹൽഗാമിലെത്തി ഇനിയിപ്പോൾ ഉള്ളത് കുതിരയുടെ പുറത്ത് പോകണോ അതോ കാർ വിളിച്ച് പോകണോ എന്നുള്ളതാണ്. കാരണം നമ്മുടെ വാഹനം അങ്ങോട്ട് കടത്തി വിടില്ല. ഒന്നില്ലെങ്കിൽ കുതിരയുടെ പുറത്ത് ചില സ്ഥലങ്ങളിലേക്ക് പോകണം, ഇല്ലെങ്കിൽ കാർ വിളിച്ച് പോകണം. കുതിര ക്ലിഫൊക്കെ കയറിയിട്ടാണ് ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാർ വിളിക്കാൻ തീരുമാനിച്ചു. പഹൽഗാം ടൗണിൽ നിന്ന് വീണ്ടും നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഞങ്ങൾ പോകുന്നത് ഹാഞ്ചൻ വാലി, ആരു വാലി എന്ന രണ്ട് സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. നല്ല ഭംഗിയാണ് പോകുന്ന വഴിക്ക് കാണാനായിട്ട്. കാരണം ഈ മഞ്ഞും മലയും അതിനിടയ്ക്കൂടെ ചെറിയ പച്ചപ്പും ഒക്കെ വളരെ ഭംഗിയാണ്. നല്ലൊരു ആസ്വാദികരമായിട്ടുള്ള ഭംഗി തന്നെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഹാഞ്ചൻ വാലിയിലെത്തി. ഇവിടെ ഇങ്ങനെ ഒരു ഒഴുകിക്കൊണ്ടിരുന്നൊരു നദിയാണ്. ഇത് പകുതി ഫ്രോസൺ ആയിട്ടും പകുതി ഒഴുക്കലും അങ്ങനെ കിടക്കുകയാണ്. മഞ്ഞൊക്കെ വീണ് നല്ല ഭംഗിയാണ് കാണാൻ. മഞ്ഞാണെങ്കിൽ നല്ല തിരക്കുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് വന്ന ടൂറിസ്റ്റുകളെ കൊണ്ട് നല്ല തിരക്കുണ്ട് ഇപ്പോൾ കാശ്മീരിലെ എല്ലാ സ്ഥലങ്ങളിലും. അങ്ങനെ വരുന്ന വഴിക്ക് ഒരാളിവിടെ കിടക്കുന്നുണ്ട്, JCB. നമ്മുടെ നാട്ടിൽ കാണുന്നൊരു സാധനം. ഇവിടെ എല്ലായിടത്തും നിറച്ചും മരങ്ങളുണ്ട്. പക്ഷേ ഈ മരങ്ങളൊക്കെ ഇലയൊക്കെ പൊഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, മഞ്ഞുകാലം ആയതുകൊണ്ട്. പക്ഷേ ഇല പൊഴിച്ച് നിൽക്കുകയാണെങ്കിൽ ഇതിനൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഇതിലെ വെള്ളമൊക്കെ ആണെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എടുക്കണം. കാരണം മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് നദിയുടെ അടിഭാഗം വരെ കാണാം. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോയ്ക്ക് കുറച്ച് പോസൊക്കെ ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് വേറൊന്നുമില്ല, മഞ്ഞ് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നമ്മൾ വീണ്ടും ഫോട്ടോ എടുത്ത് തന്നെ ഇരിക്കും. ഇടുക്കി ഇതുപോലത്തെ ചില കാഴ്ചകൾ കാണാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി അരുവാലിലേക്ക് പോവാണ്. അവിടെ ഞങ്ങൾ നേരത്തെ നിന്നതിനേക്കാളും കുറച്ചുകൂടി തണുപ്പുണ്ട് ഇവിടെ. നമുക്ക് ദൂരെ കുറേ കാശ്മീരികൾ പുരാതന കാശ്മീരി വേഷം ധരിച്ചുകൊണ്ടിങ്ങനെ നടന്നു പോകുന്നതൊക്കെ കാണാം. മഞ്ഞ് കാണുമ്പോൾ കലാകാരന്മാർക്ക് പ്രത്യേക രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നു. എത്ര പറഞ്ഞാലും കാശ്മീരിൻ്റെ ഈ ഒരു സൗന്ദര്യത്തെ വർണ്ണിക്കാൻ സാധിക്കില്ല. ഇതിവിടെ വന്ന് കണ്ട് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കാശ്മീരിലേക്ക് പോകുമ്പോൾ എല്ലാവരും ചോദിച്ചതാണ്, മഞ്ഞല്ലേ ഉള്ളൂ, എന്താണ് മഞ്ഞ് കാണാനുള്ളത്? അങ്ങനെയുള്ളവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം. വന്നിട്ട് ഈ ഒരു മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യണം. ഇനി നേരെ താഴെ പോയി റൂമിലേക്ക് മടങ്ങണം.